സംയുക്ത സംഘം നെയ്യാർഡാം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ജീവിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കാണിക്കാർ സംയുക്ത സംഘം നെയ്യാർഡാം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൃഷി പോലും ചെയ്യാനാകാത്ത അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു. വന്യമൃഗങ്ങൾ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും നടത്താനാകാത്ത സ്ഥിതിയാണ്. ആനയുടെ ശല്യം വ്യാപകമായതോടെ ആനക്കിടങ്ങുകൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദിവാസികളുടെ ഭൂമിയിൽ ആനക്കിടങ്ങുകൾ നിർമ്മിക്കാതെ വന്ന ഭൂമിയിൽ തന്നെ കിടങ്ങുകൾ നിർമ്മിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സൂചന സമരം മാത്രമാണ് ഇന്ന് നടത്തിയതെന്നും ഈ മാസം 30-ന് വനം മന്ത്രിയുടെ വീട്ടുപടിക്കൽ മാർച്ചും ധർണയും നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. നിയന്ത്രണം റേഞ്ച് ഓഫീസിൽ നടന്ന സൂചന സമരം ജനറൽ സെക്രട്ടറി ഭാർഗവൻ മേത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം ഈ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് കാട്ടാന, പോത്ത് കൂട്ടമായിട്ടുള്ള കുട്ടികളെ സ്കൂൾ കഴിയുന്നത് ഒക്കെ പോയിട്ട് വരാൻ കഴിയുന്നു. ഓരോ ദിവസം തള്ളി നിൽക്കുന്നതിന് വളരെ വിഷമത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട്. നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. നിവർത്തിയില്ല. ഭക്ഷണം പോലും പാചകം ചെയ്ത് വീട്ടിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ഈ കുരങ്ങിനെ പിടിക്കുന്ന ഏതെങ്കിലും പെട്ടി കൊണ്ടുവന്ന് അതിനകത്താക്കി പിടിച്ച് ഉൾവനത്തിലേക്ക് എവിടെയെങ്കിലും കടത്തി വിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് സുഖകരമായിട്ട് അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു സാധനവും പുറത്ത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഏത് സമയത്തും രാത്രിയും ഭയമില്ലാതെ ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിടേണ്ട ഒരവസ്ഥയും ചെയ്യാം. പിന്നെ ഒരു വക കൃഷിയും ഞങ്ങൾക്ക് ചെയ്യാൻ നിവർത്തിയില്ല. ഇതെല്ലാം ഒരു കുരുമുളക് ഒരു കാന്താരി മുളക് പോലും ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സാഹചര്യം. ഈ പുള്ളിമാൻ തന്നെ പെറ്റുപെരുകുന്ന രീതിയനുസരിച്ച് മാൻ പാർക്കിന്ന് ഇതിനെ പുറത്തേക്ക് തുറന്നു വിടുന്നു. ഇതെല്ലാം ഞങ്ങൾ സെറ്റിൽമെന്റിൽ മുഴുവൻ ഇങ്ങനെ നിരന്തരം രായും പകലും ഇല്ലാതെ നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കൃഷിയെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ ഒരു പട്ടിണി മരണത്തിലേക്ക് ചെന്ന തലത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്.